നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില സംഭവങ്ങൾ ഇന്നലെ ഉണ്ടായി. തീർച്ചയായും എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കോടതിയുടെ ഇടപെടൽ തന്നെയാണത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ശബരിമല കേസ് കൈകാര്യം ചെയ്യുന്ന ദേവസ്വം ബോർഡ്, 2 ജഡ്ജിമാരടങ്ങുന്ന ദേവസ്വം ബോർഡ് ഇന്നലെ ഈ കേസിൻ്റെ പുരോഗതി വിലയിരുത്തിക്കൊണ്ട് അതിശക്തമായ ഭാഷയിൽ ചില പരാമർശങ്ങൾ നടത്തി. അത് എന്തുകൊണ്ടാണ് ഈ SIT, അതായത് ഹൈക്കോടതി തന്നെ ചുമതലപ്പെടുത്തിയ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണത്തിൽ വിവേചനം കാട്ടുന്നത് എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. ഹൈക്കോടതി പറയുന്നു, വമ്പൻ സ്രാവുകളിലേക്ക് എത്തുന്ന കാര്യത്തിൽ SITക്ക് വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അവർ ചിലരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. പ്രമുഖരുടെ അടുത്തേക്ക് അന്വേഷണം എത്തിക്കാൻ പേടിയാണ്. അത്തരക്കാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അറച്ചു നിൽക്കുന്നു. നിവൃത്തിയില്ലാതെ അറസ്റ്റ് ചെയ്യുന്നത് പോലും വളരെ വൈകിയാണ്. മാത്രമല്ല, ഇപ്പോഴും അന്വേഷണം അതിൻ്റെ പൂർണ്ണ ദിശയിലേക്ക് എത്തിയിട്ടില്ല. അതീവ ഗൗരവമായ അഭിപ്രായ പ്രകടനമാണ് കോടതി നടത്തിയത്. കഴിഞ്ഞ കുറേ കാലമായി ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ മുതൽ ഈ സമൂഹം ഒരുപോലെ പറയുന്നതാണ്, യഥാർത്ഥ പ്രതികൾ രാഷ്ട്രീയക്കാരാണ്. അവരിലേക്ക് എത്താൻ SITക്ക് പേടിയാണ്. കാരണം SITയുടെ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിലും അടിസ്ഥാനപരമായി ഇവർ പിണറായി പോലീസിൻ്റെ ഭാഗമാണ്. പിണറായിയെ പേടിയാണ്. അവരുടെ ഒരു രീതികൾ അങ്ങനെയാണ്. ഈ അടിമ മനോഭാവം അവർക്കുണ്ട്. അവർക്കൊരിക്കലും ഒരു പരിധിക്കപ്പുറത്തേക്ക് നീങ്ങാൻ സാധ്യമല്ല. ഇത്രയുമൊക്കെ എത്തിയത് തന്നെ അത്ഭുതകരമാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായ, ദീർഘകാലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന, 4 പതിറ്റാണ്ടോളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന, മുൻ MLA ആയിരുന്ന പത്മകുമാറിനെ ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതിരിക്കുന്നതിന് കാരണം ഈ പാർട്ടി ബന്ധുത്വം പുറത്തു വരുമെന്ന് ഭയന്നാണ്. തീർച്ചയായും ഇതെട്ടപ്പെടേണ്ടത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി VN വാസവനുമൊക്കെയാണ്. അവരാരും അറിയാതെ ഇത്തരം വലിയ കൊള്ള നടക്കില്ല. അല്ലെങ്കിൽ ദേവസ്വത്തിന് സ്വതന്ത്രാധികാര പരിധി കൊടുത്ത് അവർ മാറി നിൽക്കണം. അങ്ങനെയല്ല. പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർ മാത്രമാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളാവുന്നതും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുന്നതും. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അംഗങ്ങളെയും നിശ്ചയിക്കാനും നിയോഗിക്കാനും പാർട്ടിക്ക് കഴിയുമെങ്കിൽ ആ പാർട്ടിയെ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും കഴിയണം. അപ്പോൾ അവർ ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകൾക്ക് ഉത്തരവാദിത്വം തീർച്ചയായും ആ പാർട്ടിക്ക് തന്നെ. ഇതാണ് ഹൈക്കോടതി ഇന്നലെ പറയാതെ പറഞ്ഞത്. വാസ്തവത്തിൽ അന്വേഷണ സംഘത്തിന് മേൽ കടുത്ത സമ്മർദ്ദമാണ്. കാരണം അവർക്ക് അവരുടെ അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് രാഷ്ട്രീയക്കാരെ ചോദ്യം ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. പക്ഷെ വേറെ നിവൃത്തിയില്ലാത്ത അവസ്ഥയുണ്ട്. ഇതുവരെ അവർ ചെയ്തതുപോലും അവർക്ക് കുരുക്കായി മാറുമ്പോൾ ഈ സർക്കാർ, ഈ പാർട്ടി അയ്യപ്പനെ പോലും കൊള്ളയടിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന വലിയൊരു തിരിച്ചറിവ് ജനതയെ വേട്ടയാടുമ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പരമാവധി രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെയാണ് EDയുടെ കടന്നുവരവ് ശ്രദ്ധ നേടുന്നത്. EDയുടെ കടന്നുവരവുമായി ബന്ധപ്പെട്ടും ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതിയിൽ കേസുണ്ടായിരുന്നു. കൊല്ലം വിജിലൻസ് കോടതിയാണ് കേസ് എടുക്കുന്നത്. നേരത്തെ റാന്നി മജിസ്ട്രേറ്റ് കോടതിയുടെ പരിധിയിലായിരുന്നു കേസ് വന്നിരുന്നത്. കാരണം ശബരിമല റാന്നി മജിസ്ട്രേറ്റ് കോടതിയുടെ പരിധിയിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് ആദ്യ സ്വർണ്ണക്കള്ള കേസുകളെല്ലാം അവിടെയായിരുന്നു. ആദ്യ അറസ്റ്റുകളൊക്കെ രേഖപ്പെടുത്തിയതും അവിടെയായിരുന്നു. എന്നാൽ പിന്നീട് അഴിമതി നിരോധന നിയമം കൂടി ഇതിൽ കൂട്ടിച്ചേർത്തതോടെ കൊല്ലം വിജിലൻസ് കോടതിക്കായി ഇതിൻ്റെ അധികാര പരിധി. ഇപ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും, അത് BNS ചുമത്തിയതാണെങ്കിലും IPS ചുമത്തിയതാണെങ്കിലും അതല്ല അഴിമതിയാണെങ്കിലും, ഇതെല്ലാം വിജിലൻസ് കോടതിയുടെ പരിധിയിൽപ്പെടും. വിജിലൻസ് കോടതി അഴിമതി മാത്രമല്ല, അഴിമതിയോട് അനുബന്ധിച്ച് വരുന്ന മറ്റ് ക്രിമിനൽ കുറ്റങ്ങളും വിജിലൻസ് കോടതിക്ക് ചോദ്യം ചെയ്യാം, വിചാരണ ചെയ്യാം. അതുകൊണ്ടാണ് വിജിലൻസ് കോടതിയിൽ കൊണ്ടുപോയി ED ഒരു അപേക്ഷ കൊടുക്കുന്നു. ഞങ്ങൾക്ക് ഈ കേസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടും അതിൻ്റെ FIRഉം FISഉം ഒക്കെ കിട്ടണം. കാരണം ഇതിൽ വലിയ തോതിൽ കള്ളപ്പണയുടെ പട നടന്നിട്ടുണ്ട്. വിജിലൻസ് കോടതി പറഞ്ഞു സാധ്യമല്ല. കാരണം ഇത് അതീവ രഹസ്യമായി നടക്കുന്ന, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ്. അതുകൊണ്ട് ഇതിലെ രേഖകൾ നിങ്ങൾക്ക് കൈമാറുക പ്രയാസമാണ് എന്ന് ഈ വിജിലൻസ് കോടതി പറയുന്നു. ഈ വിജിലൻസ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതി പറഞ്ഞു EDക്ക് അതിനുള്ള അവകാശമുണ്ട്. പക്ഷെ നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഞങ്ങൾ അന്വേഷണ ചുമതല വഹിക്കുന്ന സ്വർണ്ണക്കൊള്ളയാവരുത്, അതിൻ്റെ പേരിലെ കള്ളപ്പണ ഇടപാടാവണം. ഇത് വളരെ വ്യക്തമാണ്. ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചതും അയ്യപ്പനത്തിനെ അടിച്ചു മാറ്റാൻ ശ്രമിച്ചതുമൊക്കെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണത്തിൻ്റെ മേൽനോട്ടം ഹൈക്കോടതിക്ക് തന്നെയാണ്. ആ അന്വേഷണം വീണ്ടും ഏറ്റെടുക്കേണ്ട ബാധ്യത EDക്കില്ല. ED അന്വേഷിക്കേണ്ടത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ
അത് നിയമവിരുദ്ധമാണെങ്കിൽ, പ്രത്യേകിച്ച് കള്ളപ്പണ ഇടപാടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണമെന്നാണ്. അതിനുള്ള വിലക്ക് ഹൈക്കോടതി ഇല്ലാതാക്കി. അതായത് ഞങ്ങൾ അനുമതി നൽകുന്നില്ല, വീണ്ടും നിങ്ങൾ പഴയ കോടതിയിൽ പോവൂ, ആ കോടതി നൽകട്ടെ, കോടതിക്ക് നൽകാതിരിക്കേണ്ട കാരണമൊന്നുമില്ല, ഞങ്ങൾ മേൽനോട്ടം വഹിക്കുന്നു എന്നതിൻ്റെ പേരിൽ കൊടുക്കാതിരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാണ് അനുമതി കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ കൊടുക്കൂ എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടില്ല, വിജിലൻസ് കോടതിക്ക് തീരുമാനിക്കാമെന്ന് ഉത്തരവിട്ടു. വിജിലൻസ് കോടതി കേസ് വിശദമായി കേട്ടു, ഇന്നലെ ഉത്തരവിട്ടു. ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മുഴുവൻ പ്രത്യേക അന്വേഷണ സംഘം ED ഏൽപ്പിക്കണം. ഈ SIT ഇത് കൈമാറുന്നതിനെതിരായിരുന്നു. സർക്കാർ വെച്ച പ്രോസിക്യൂഷൻ SITക്ക് വേണ്ടി ആവശ്യപ്പെട്ടത് ബുദ്ധിമുട്ടാണ്, ഇതിന്റെ അന്വേഷണത്തെ ബാധിക്കുമെന്ന്. പക്ഷേ വിജിലൻസ് കോടതി പറഞ്ഞു അത് കാര്യമില്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ്, ഇവിടെ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാൻ. നടന്നിട്ടുണ്ട് എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ദുബായിലുള്ളൊരു വ്യവസായി ഇപ്പോൾ SITക്ക് പ്രത്യേക മൊഴി കൊടുത്തിട്ടുണ്ട്. ഇത് ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പുരാവസ്തു കള്ളക്കടത്ത് സംഘമാണ് ഇതിന് പിന്നിലെന്ന്. അങ്ങനെയെങ്കിൽ ഇത് കള്ളക്കടത്ത് തന്നെയാണ്, കള്ളപ്പണ ഇടപാട് തന്നെയാണ്. അതുകൊണ്ട് ED വരുന്നത് ഇതിന്റെ കള്ളപ്പണ ഇടപാടിന്റെ വിശദാംശങ്ങൾ കണ്ടെത്താനും പരിശോധിക്കാനുമാണ്. EDയെ സഹായിക്കേണ്ട ബാധ്യത ഇപ്പോഴത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. അവർക്ക് EDക്കെതിരെ പരാതി കൊടുത്ത് മാറി നിൽക്കാൻ കഴിയില്ല, അവരുടെ അന്വേഷണ വിവരങ്ങളെല്ലാം കൊടുക്കേണ്ടി വരും, പ്രത്യേകിച്ച് റിമാൻഡ് റിപ്പോർട്ട്. ഈ കേസ് റിമാൻഡ് ചെയ്തപ്പോൾ ഓരോ വ്യക്തിയും റിമാൻഡ് ചെയ്യാൻ കാരണം എണ്ണി പറയേണ്ട ബാധ്യത പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. ആ പ്രത്യേക അന്വേഷണ സംഘം ഓരോ പ്രതിയെയും, അത് പത്മകുമാർ ആണെങ്കിലും മുരാരി ബാബു ആണെങ്കിലും വാസുവാണെങ്കിലും ആരൊക്കെ ആണെങ്കിലും റിമാൻഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇവരെ റിമാൻഡ് ചെയ്യണം, എന്തുകൊണ്ട് ഇവർ കുറ്റക്കാരാണ് എന്ന് പറഞ്ഞ് അതുവരെയുള്ള അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ കണ്ടെത്തിയ വിവരങ്ങൾ, ഈ പ്രതികളുടെ മൊഴികൾ, ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്, ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ, FIR, ഇതെല്ലാം ഹാജരാക്കണം റിമാൻഡ് കോടതി. ഈ രേഖകളെല്ലാം വിജിലൻസ് കോടതി പറഞ്ഞിരിക്കുന്നു EDക്ക് കൈമാറാൻ. എന്ന് വെച്ചാൽ EDക്ക് കാര്യങ്ങൾ എളുപ്പമായി. ഇതൊക്കെ പരിശോധിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ഏതറ്റം വരെ പോയി, അതെവിടെയാണ് ചെന്ന് മുട്ടി നിൽക്കുന്നത് എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. ആരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ, ആരുടെയും സാമ്പത്തിക ഇടപാടുകൾ EDക്ക് കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ SIT പിടിച്ചിരിക്കുന്ന പ്രതികൾ മാത്രമല്ല, ഹൈക്കോടതി ഇന്നലെ ചൂണ്ടിക്കാട്ടിയതുപോലെ വമ്പൻ സ്രാവുകൾ ഇതിന് പിന്നിലുണ്ടെങ്കിൽ ആ സ്രാവുകളിലേക്ക് എത്താൻ EDക്ക് വഴിതെളിക്കും. EDയുടെ ചരിത്രം അത്ര വെടിപ്പുള്ളതല്ല. ED പലപ്പോഴും പിണറായി വിജയനും CPMനും ഗുണകരമായ നിലപാടെടുക്കുന്നു. അവർക്ക് ഗുണകരമാവുന്ന തരത്തിൽ കേസ് കൈകാര്യം ചെയ്യുന്നു. എന്തിനേറെ അവർ കൊടുക്കുന്ന നോട്ടീസ് പോലും CPMന് ഗുണമുണ്ടാക്കുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു രാഷ്ട്രീയ വിവാദത്തിന് വഴിതെളിക്കാൻ വേണ്ടി കൊടുക്കുന്ന ആരോപണമൊക്കെ ഉണ്ട്. അത്തരം ആരോപണമൊക്കെ ഇവിടെ മാറ്റിവെച്ച് EDയെ വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. ഇവിടെ ശബരിമലയിൽ EDക്ക് പ്രത്യേക താല്പര്യമുണ്ടായത് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുള്ളത് കൊണ്ടാണ്. മാത്രമല്ല, പിണറായി വിജയനെയും CPMനെയും ആക്രമിക്കുന്ന രാഷ്ട്രീയത്തിന് മാത്രമേ കേരളത്തിൽ പ്രസക്തിയുള്ളൂ. അല്ലാതെ കോൺഗ്രസ് മുക്ത ഭാരതം നടക്കുന്നതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച് അങ്ങനെ അധികാരം കൈ കിട്ടും എന്ന വിചാരം നടക്കില്ല എന്ന് BJP നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ കാര്യത്തിലെങ്കിലും കേരളത്തിൽ മുസ്ലിം പോപ്പുലേഷൻ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട്, അത് ഏതാണ്ട് 30% കൊണ്ട് UDFനെ തകർക്കുക സാധ്യമല്ലെന്നും അതുകൊണ്ട് തന്നെ LDFനെ ഫോക്കസ് ചെയ്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്നും രാജീവ് ചന്ദ്രശേഖർ BJP ദേശീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയത് കൊണ്ട് തന്നെ പിണറായിയോടും CPMനോടുമുള്ള സമീപനത്തിൽ ചെറിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞെട്ടിക്കാൻ ആഗ്രഹിക്കുന്ന BJP CPMനെ ഇനി താങ്ങി പിടിക്കാൻ ശ്രമിച്ചേക്കില്ല. പിണറായി വിജയൻ എത്ര വിട്ടുവീഴ്ച ചെയ്താലും ഒടുവിൽ ഗവർണർക്ക് മുമ്പിൽ വഴങ്ങി. എത്രയോ കാലമായി പിടിവാശി പുലർത്തി 31 ലക്ഷം രൂപ സിറ്റിംഗ് ഫീസ് എന്ന നിലയിൽ സുപ്രീം കോടതിയുടെ കമ്മീഷന് കൊടുത്ത് കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്നും കേസ് നടത്താൻ ചെലവഴിച്ച് പിണറായി വിജയൻ പിടിവാശിയുമായി മുമ്പോട്ട് പോവുകയായിരുന്നു. കേന്ദ്രത്തിന് മുമ്പിൽ, സംഖ്യകൾക്ക് മുമ്പിൽ കീഴടങ്ങില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ആവശ്യപ്പെട്ടതെല്ലാം ചെയ്തു കൊടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സിസ തോമസിനെ VC ആക്കാനായിരുന്നു KTUവിൻ്റെ, അത് സാധിച്ചു കൊടുത്തു. മാത്രമല്ല CPMന് വേണ്ടി നിലപാടെടുത്ത അനിൽകുമാർ എന്ന രജിസ്ട്രാറെ സ്ഥലം മാറ്റി പഴയ സ്ഥലത്തേക്ക് തിരിച്ചുവിട്ടു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും CPMന് കീഴടങ്ങൽ. ഇത്തരം കീഴടങ്ങലുകളൊന്നും പിണറായിയോട് വിട്ടുവീഴ്ച ചെയ്യാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചേക്കില്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം ആ കാലമൊക്കെ മാറിയിരിക്കുന്നു. ഈ സ്വർണ്ണക്കൊള്ള ഓരോ മനുഷ്യൻ്റെയും മനസ്സിലേക്ക് കയറിയിരിക്കുന്നു. ആ കൊള്ള നടത്തിയത് പിണറായിയും കൂട്ടരുമാണ്. അതുകൊണ്ട് അവർ ശിക്ഷിക്കപ്പെടണം എന്ന് സകലരും ആഗ്രഹിക്കുന്നു.